ഒരു വീഡിയോ പുറത്ത് വന്നിരിക്കുകയാണ്. വളരെ നിർണായകമാണ് എന്ന് തോന്നുന്ന ഒരു വീഡിയോ. അത് യുകെയിലെ RAF എന്ന് പറയുന്ന എയർഫോഴ്സ് സംവിധാനത്തിലേക്ക്, എയർഫോഴ്സിൻ്റെ താവളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന അമേരിക്കയുടെ C-17 യുദ്ധ വിമാനങ്ങൾ, അഥവാ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, അതായത് യുദ്ധ സാമഗ്രികളൊക്കെ വഹിച്ചു പോകുന്ന അല്ലെങ്കിൽ ഒരു ടാങ്കർ അടക്കം എന്തിനു വേണം പറയാൻ, F-15 എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധവിമാനം അതിൻ്റെ വിങ്സൊക്കെ മാറ്റി വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, അപ്പാച്ചെ പോലെയുള്ള ഹെലികോപ്റ്ററുകൾ കൊണ്ടുപോകാൻ പറ്റുന്ന, വളരെയധികം കരുത്തുറ്റ അമേരിക്കയുടെ തന്നെ ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള C-17 കാറ്റഗറിയിൽപ്പെടുന്ന മൂന്നാം വിഭാഗത്തിൽപ്പെടുന്ന വിമാനങ്ങൾ ബ്രിട്ടൻ കേന്ദ്രീകരിച്ചിട്ട് നിരവധി വിമാനങ്ങൾ, ഒന്നോ രണ്ടോ അല്ല, നിരവധി വിമാനങ്ങൾ ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് വരുന്നു. അതല്ലെങ്കിൽ ബ്രിട്ടൻ്റെ വിമാനത്താവളങ്ങളിൽ RAF എന്ന് പറയുന്ന ബ്രിട്ടൻ്റെ എയർഫോഴ്സ് സംവിധാനത്തിലേക്ക് പറന്നു പോകുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളത് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീക്കം രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ 2025 നടന്ന ഇസ്രയേൽ ഇറാൻ വാർ, ഏകദേശം 12 ദിവസത്തോളം നീണ്ടു നിന്ന ഇസ്രയേൽ ഇറാൻ വാറിനിടയിൽ അമേരിക്ക അടക്കം ഒരു B-2 ബോംബർ കൊണ്ടുവന്ന് ആണവ നിലയത്തിലേക്കൊക്കെ ബോംബ് പതിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന് സമാനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ വ്യക്തമാക്കുന്നത്. ഇത് വളരെ ഭയപ്പെടേണ്ട, വളരെയധികം ഞെട്ടലോട് കൂടിയിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ ദൃശ്യമുണ്ട്, ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. ഇതാണ് ആ ദൃശ്യം. അതായത് ഈ ദൃശ്യം എന്ന് പറയുന്നത് C-17 ബ്രിട്ടൻ്റെ RAF ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇത് ഇങ്ങനെയുള്ള ഒരു നീക്കം പൊതുവെ US നടത്താറുള്ളത് ഏതെങ്കിലും ഒരു യുദ്ധ സാഹചര്യങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ വെനസ്വേലയിലെ മഡോറയുടെ അറസ്റ്റിന് ശേഷം US ടാർഗറ്റ് ചെയ്യുന്നത് ഇറാനെയാണ്. പ്രത്യേകിച്ചിട്ട് എന്തുകൊണ്ടാണ് മഡോറയെ ടാർഗറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേവലം മെഡോറോ ഈ അമേരിക്ക ഉയർത്തുന്നത് പോലെയുള്ള ഒരു ലഹരി മരുന്ന് കേസ് മാത്രമായിരുന്നില്ല. അമേരിക്കയെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്ന, അമേരിക്കയെ പച്ചയ്ക്ക് എതിർക്കുന്ന, അമേരിക്കയെ പറ്റുന്നെങ്കിൽ തൊടടാ എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പ്രസംഗിക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു മഡൂറോ. മഡൂറോക്കെതിരെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ട് എന്നുള്ളത് അമേരിക്കക്ക് മുതൽക്കൂട്ടായി. അതേപോലെ നിലവിൽ ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കലാപത്തിനിടയിൽ ഒരു അറ്റാക്ക് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ, ഇറാൻ്റെ ആണവ നിലയത്തിനെതിരെ, ഇറാൻ്റെ മിസൈൽ സാങ്കേതിക വിദ്യകൾക്കെതിരെ നടത്തിക്കഴിഞ്ഞാൽ അതൊരു വലിയ മുതൽക്കൂട്ടാകും എന്ന് കരുതുന്ന US-ൻ്റെ നിർണായക നീക്കമാണോ ഇത് എന്നുള്ളത് സംശയിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ പോലും ഇറാൻ്റെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ പുറത്തു വരുന്നത് ഇറാൻ്റെ മിസൈൽ സാങ്കേതിക വിദ്യകളുടെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ്. ഞങ്ങളങ്ങനെ ആരെയും ഭയപ്പെടുന്നില്ല, നിങ്ങൾ ഏത് യുദ്ധവിമാനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഞങ്ങൾ അതിനെ എതിർക്കുമെന്ന് പറയുന്ന ഒരു വലിയ ദൃഢനിശ്ചയത്തിൽ കൂടിയാണ് ഇറാൻ കടന്നു പോകുന്നുള്ളത്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരു വലിയ കോൺഫിഡൻറ്റിൽ നിൽക്കുമ്പോഴും അമേരിക്കയാണെങ്കിൽ എല്ലാ മുതൽക്കൂട്ടും നടത്തിയിട്ട് മുന്നോട്ട് വരുന്ന ഒരു നീക്കം കാണുന്നുണ്ട്. ഇറാൻ ഈ സമയത്ത് അമേരിക്കക്ക് ആക്രമിക്കാനുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമയം ഇതാണ്. കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇറാനെ അമേരിക്കക്ക് തൊടാൻ പോലും പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇപ്പോൾ വളരെ നൈസായി ഇറാനെ ആക്രമിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അമേരിക്കക്കുണ്ട്. പക്ഷേ ഇത് തടയാൻ ഞങ്ങൾക്ക് ഈ അവസരത്തിലും സാധിക്കും. കാരണം റഷ്യയിൽ നിന്ന് ഒരുപക്ഷെ ഇറാൻ്റെ കൈവശമുള്ള മിസൈലുകളെക്കാൾ പ്രഹരം ഉണ്ടാക്കുന്ന കുറച്ച് മിസൈലുകൾ റഷ്യയിൽ നിന്ന് തങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നുള്ള ദൃശ്യങ്ങളടക്കം ഇറാൻ്റെ ഈ പറയുന്ന അക്കൗണ്ടുകളിൽ, ഇറാൻ്റെ മിലിറ്ററി അക്കൗണ്ടുകളിലൊക്കെ പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അതൊരു വലിയ അപകടമാണ്. നോക്കൂ, അയാത്തുള്ള ഖമാനി ഒരു 10 മഡോറോയാണ്. അതായത് മഡോറയെ പോലെയുള്ള പ്രവൃത്തി ചെയ്യുന്നുള്ള ഒരാളെന്നല്ല, മറിച്ച് മഡോറയേക്കാൾ
ഒരുപക്ഷെ അമേരിക്കയെ വെല്ലുവിളിച്ചത്, ലോകത്ത് പുടിനേക്കാൾ അമേരിക്കയെ വെല്ലുവിളിച്ചത്, ഷി ജിൻപിങ്ങിനേക്കാൾ അമേരിക്കയെ വെല്ലുവിളിച്ചത്, അല്ലെങ്കിൽ കിം ജോങ് ഉന്നിനേക്കാൾ അമേരിക്കയെ വെല്ലുവിളിച്ചത് അയാത്തുള്ള ഖമാനിയാണ്. അയാത്തുള്ള ഖമാനി പച്ചക്ക് ട്രംപിൻ്റെയൊക്കെ പേര് പറഞ്ഞ് വിമർശിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ, ഒരു നേതാവിനെ ആക്രമിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ആക്രമിക്കും. പക്ഷേ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് കേവലം ഇറാന്റെ തകർച്ചയായിരിക്കില്ല. ഗൾഫ് മേഖലകളിൽ വലിയ രീതിയിലുള്ള ഒരു തകർച്ച നേരിടാൻ സാധ്യതയുള്ള, ഗൾഫ് മേഖലയിൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ഈ യുദ്ധം സൃഷ്ടിക്കും. കേവലം ഇറാനെ മാത്രം ബാധിച്ചങ്ങ് പോകും എന്നൊന്നും ആരും കരുതണ്ട. ഒരുപക്ഷെ ഗൾഫ് ചിലപ്പോൾ മിണ്ടാതെ ഇറാനെ ആക്രമിക്കുന്നത് കണ്ടു നിന്നേക്കാം. പക്ഷേ അതെങ്ങാനും ഇറാൻ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇറാന്റെ പരാജയമായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഐക്യരാഷ്ട്രസഭ നിർണായകമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുകളിൽ US നിൽക്കുന്ന കാഴ്ച, ഐക്യരാഷ്ട്രസഭയ്ക്ക് മുകളിൽ ഇസ്രായേൽ നിൽക്കുന്ന കാഴ്ച. അപ്പം ഇങ്ങനെയൊരു അവസ്ഥ, ഇങ്ങനെയൊരു ഒരു കടന്നുപോക്ക് അത് ലോകത്തിന് ഭീഷണിയാണ്. നോക്കൂ, ഇപ്പോൾ വെനിസ്വലയുടെ പരമാധികാരം മറികടന്ന് അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവരികയാണ്. അയാൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ഒരു രാജ്യത്തിന് ഒരു പരമാധികാരമുണ്ട്. UN-ന്റെ ഔദ്യോഗികമായിട്ടുള്ള അനുമതി ഉണ്ടോ? UN ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് അനുമതി അമേരിക്ക കൊടുത്തിട്ട് ഇതൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് തോന്നുന്നത് ചെയ്യുക. ഒരു ആഗോള ഗുണ്ടായിസത്തിൻ്റെ വക്താക്കളായിട്ട് അമേരിക്കയും ഇസ്രായേലും മാറുകയാണ്. നോക്കൂ, ഞാൻ ഒരിക്കലും ഇറാനിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വിഷയങ്ങളെ ന്യായീകരിക്കുന്നില്ല. ഇറാന്റെ ആഭ്യന്തര വിഷയങ്ങൾ ഗൗരവമാണ്. ആ വിഷയങ്ങളിൽ കൃത്യമായ പരിഹാരം ഉണ്ടാക്കേണ്ടവരാണ് ഇറാൻ ഭരണകൂടം. പക്ഷെ അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെന്നായ്ക്കൾ, കുറുക്കന്മാരെ പോലെ അല്ലെങ്കിൽ ചെന്നായ്ക്കളെ പോലെ അവസരം കാത്ത് തന്ത്രശാലികളായിട്ട് നിന്നുകൊണ്ട് അടിക്കാൻ വേണ്ടി, ഒരു മാരക പ്രഹരം കൊടുക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ ഇത്ര കാലം ലോകത്തിന് മുന്നിൽ വെല്ലുവിളിച്ചു നിന്ന ഒരാളെ പാകത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന അമേരിക്കയുടെ US-ന്റെ നീക്കമാണ് RFA ലാൻഡ് ചെയ്തിട്ടുള്ള C-17 അടക്കമുള്ളതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഗസയിലായി കഴിഞ്ഞാലും, ഉക്രൈനിലായി കഴിഞ്ഞാലും, എവിടെയായി കഴിഞ്ഞാലും, നൈജീരിയയിലായി കഴിഞ്ഞാലും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. വെനിസ്വലയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ വെനിസ്വലയിലെ സാധാരണക്കാരായിട്ടുള്ള 40ഓളം പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നത് തെറ്റാണെന്ന് അമേരിക്ക പറഞ്ഞു. എങ്കിൽ പോലും വലിയ രീതിയിൽ ഇരയാക്കപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവരുടെ കാര്യത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ വെല്ലുവിളിയായി മാറുന്നത്. ഇറാനിലൊരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആഭ്യന്തര പ്രശ്നം മാറുമോ? അതിനേക്കാൾ കൂടും, അതിനേക്കാൾ ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് പോകും. പട്ടിണി മുഖാമുഖം കാണും. അപ്പോൾ അമേരിക്കയോ ഇസ്രയേലോ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഓർത്ത് ഇറാനിലെ പ്രക്ഷോഭകർ ഇവരെ വിശ്വസിച്ചിട്ട് ഒരു ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ട്രംപ് എണ്ണം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഉണ്ടാകും എന്നൊക്കെ വിശ്വസിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനിലേക്ക് കടന്നു കയറുക, ഇറാനിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ടുള്ള കൈകടത്തൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയാൻ പ്രക്ഷോഭകാരികൾ സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ പ്രക്ഷോഭകാരികൾ ഉന്നയിക്കുന്ന പല കാര്യങ്ങളിലും വസ്തുതകളുണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമാണ്.